ഓൾ അപ്പൊ കണ്ണന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഈവനിങ് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഗസ്റ്റുകളോ ഡെക്കറേഷൻസോ ഒന്നും തന്നെ ഇല്ലാതെ ചെറിയ രീതിയിൽ ഞങ്ങൾ മാത്രമായിട്ട് ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ കുട്ടികൾക്ക് ഒരു സദ്യയൊക്കെ ഒരുക്കി വളരെ മിനിമലായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത ഒരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഒന്ന്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് അതിഥികളൊക്കെ കയറി വന്ന് സംഭവം കളറാക്കി നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഹാപ്പി ആയി, കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇതായിരുന്നില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. തന്നെ എന്തില്ലെങ്കിലും ശിവയുടെ കേക്ക് വേണം എന്ന് അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വടക്കഞ്ചേരി തന്നെയുള്ള ഒവൻസോ എന്ന് പറഞ്ഞൊരു ബേക്കറിയിൽ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചൊരു കേക്കായിരുന്നു ഇത്. ഫസ്റ്റ് ടൈമാണ് അവിടുന്ന് കേക്ക് വാങ്ങിക്കുന്നതെങ്കിലും സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് ആ ഒരു രീതിയിൽ തന്നെ അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു തന്നു. അവൻ ഹാപ്പി ആയി കേട്ടോ. അവനെ ഹാപ്പി ആക്കാണല്ലോ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത്. ഇന്നത്തെ ദിവസത്തിന് ഇതിനേക്കാൾ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അവൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവന്റെ കയ്യിൽ കിട്ടിയ ഒരു ഐറ്റം ആണ് ഇത്. അത് ഓപ്പൺ ആക്കുന്നത് വരെ അവൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതിനകത്ത് എന്താണെന്നുള്ളത്. അവൻ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞതാണ് കേട്ടോ ഇത് വേണമെന്ന്. പക്ഷെ ഞങ്ങൾ ആരും അവന് വാങ്ങിച്ചു കൊടുത്തില്ല, കാരണം ഇത്രയും വലിയ ചോക്ലേറ്റുകൾക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആമയും അവനും തന്നെ ഇരുന്ന് മുഴുവൻ കഴിക്കും. അപ്പൊ എല്ലാവരും വരട്ടെ എന്നിട്ട് വാങ്ങാന്ന് പറഞ്ഞ് പെൻഡിങ്ങിൽ ഇട്ടതായിരുന്നു. അങ്ങനെ കുഞ്ചു അവനും കൂടി പഠിച്ച പണി 18 നോക്കിയിട്ട് അവർക്ക് വൃത്തിക്ക് പൊട്ടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ആർക്കും ഈ ചോക്ലേറ്റിന്റെ ടെക്നിക്കൽ വശമൊന്നും അറിയാത്തത് കൊണ്ട് വൃത്തിയൊന്നും ഇനി നോക്കണ്ട, എങ്ങനെയെങ്കിലും ഇത് പൊട്ടിച്ചെടുക്കാന്നുള്ള ലെവലിലോട്ട് എത്തി. അങ്ങനെ അത് അറഞ്ചം പുറഞ്ചം കീറിയതിന്റെ മെസ്സേജ് ബോക്സ് ഒക്കെ കാണണമായിരുന്നു. അറഞ്ചം പുറഞ്ചം വലിച്ച് കീറിയിട്ട് ഞങ്ങൾ സാധനം പുറത്തെടുത്തു. ഞങ്ങൾക്ക് ആകെ ഒരൊറ്റ എയിമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ ഹാർട്ട് എടുക്കണം, അത് കഴിക്കണം എന്നുള്ള ഒറ്റ എയിമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന്റെ ചന്തൊന്നും ഞങ്ങൾ നോക്കിയില്ല, മൊത്തം അങ്ങ് പറിച്ചെടുത്തു. ഞാൻ ഈ കുട്ടി കുട്ടി മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് എഡിറ്റ് ചെയ്ത് വീഡിയോസ് ആക്കിയിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം നമുക്ക് ജസ്റ്റ് ഏണിങ്സ് മാത്രമല്ല കേട്ടോ. അല്ലാതെ ഇവരൊക്കെ വലുതായി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉദിച്ച ശേഷം ഈ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുമ്പോൾ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ വീഡിയോസ് ഒന്നും ആരും സേവ് ചെയ്ത് വെച്ചിട്ട് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടോ ഇല്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല. എല്ലാ പാരന്റ്സും കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് അത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ സേവ് ചെയ്ത് വെക്കാനും കൂടി ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഫോണിൽ നിന്ന് അത് പോയാലും ഈ യൂട്യൂബൊക്കെ അവസാനിക്കുന്നത് വരെ എന്തായാലും ഇതൊക്കെ അവിടെ തന്നെ കാണുമല്ലോ. ഇവരൊക്കെ വലുതായി ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇവരൊക്കെ ഹാപ്പി ആവുമോ അതോ ചമ്മലായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ചോക്ലേറ്റ് പുറത്തെടുത്തു. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഭയങ്കര ഹാർഡായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹാർട്ടൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെയൊക്കെയോ പൊട്ടാതെ കയ്യിലെടുത്ത് കൊടുത്തു. ബാക്കി കുട്ടീസിനൊക്കെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഹെർട്ട് ഷേപ്പിൽ വാങ്ങി ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.